ഹായ് ഹലോ, ഇന്നൊരു ക്ലീനിങ് വ്ളോഗ് കേട്ടോ. നാളെ വിഷു ആണ്. അപ്പം നമുക്കെല്ലാം അടിച്ചു വാരി തൂക്കാം കേട്ടോ. തുടയ്ക്കുന്നില്ല, ഇന്നലെ ഓൾറെഡി നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് തൂത്ത് വാരുന്നേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടി വിയിൽ പാട്ടോ സിനിമ അല്ലെങ്കിൽ ഫോണിൽ പാട്ടോ സിനിമ എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ചിന്തകളാണ്. അതുകൊണ്ട് ഞാൻ ടി വിയിൽ മറ്റേ ഭരതനാട്യ സിനിമ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പടം എന്താ ഹിറ്റ് ആവാഞ്ഞെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. നല്ല അടിപൊളി പടമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഇറങ്ങില്ല. അതെന്തായാലും തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. വാഴ 2 കേട്ടോ പോണത്. 2 വട്ടമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് നമ്മൾ പിന്നെ നെയ്ബേഴ്സിനൊക്കെ കൊടുത്തു കേട്ടോ. കാരണം നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോരോ കാര്യങ്ങൾ കാരണം. അതുകൊണ്ട് ഇന്ന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. നമുക്ക് 2:45 ഷോ. അപ്പോൾ എനിക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം പടത്തിന് പോകാനായിട്ട്. അപ്പം ഞാൻ തൂത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ തൂക്കി എനിക്ക് കുറച്ച് മടി കേട്ടോ. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇവിടെ തൂക്കാൻ. പക്ഷെ ഞാൻ തൂക്കും. ഞാൻ ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് അങ്ങ് പണിയെടുത്തോളും കേട്ടോ. എനിക്കങ്ങനെ ഞാൻ നിർത്തത്തില്ല. എല്ലാം അടിച്ച് വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ അടങ്ങത്തോളും. അമ്മ കിടന്ന് വഴക്ക വയ്യാതെ എന്തിനാ ചെയ്യുന്നത്? കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ എഴുന്നേക്കത്തില്ല. എന്നാലും ഞാനങ്ങ് ചെയ്യും കേട്ടോ. ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാനങ്ങ് ചെയ്യും. ഞാൻ നോർമലി തൂത്ത് കൂട്ടിയിട്ട് ലാസ്റ്റ് കൊണ്ടൊന്ന് പൊടി പിടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി അവിടെ പോയി കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പണി എടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കത്തില്ല. ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇത്ര ഏരിയ ഇല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ബെഡ്റൂം ഉണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് ഏരിയ ഉണ്ട് കേട്ടോ ചെയ്യാൻ. അതുകൊണ്ട് ഇച്ചിരി പാടാണ്. പിന്നെ മോളിൽ ഓൾറെഡി 2 ദിവസം മുന്നേ ഞാനും അമ്മയും കയറി തൂത്ത് തുടച്ചിട്ടായിരുന്നു. മോളിൽ നമ്മുടെ വീട്ടിൽ ആരും അങ്ങനെ കിടക്കാറൊന്നുമില്ല കേട്ടോ. അനിയത്തി ഉണ്ടായിരുന്നപ്പം അവൾ മുകളിലായിരുന്നു കിടക്കുന്നത്. ഞാൻ ഇപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഇത്ര വയസ്സായെങ്കിലും ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും താഴെ കിടക്കുന്നതുകൊണ്ട് മുകളിൽ അങ്ങനെ ആരും പോവലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാം താഴെ തന്നെയാണ്. ഇത് പിന്നെ അനിയനും പപ്പയും ഈ റൂമിലാട്ട് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഈ റൂം ജസ്റ്റ് ഒന്ന് തൂത്ത് വാരി ഓൾറെഡി അമ്മ തുടച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് തൂത്തുവാരി എടുത്തു കേട്ടോ. ഇനി ഇതുകൂടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ ക്ലീൻ ചെയ്തത് നിങ്ങൾക്ക് കാണണ്ടായോ? അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വായോ. ആഫ്റ്റർ ക്ലീനിങ് കേട്ടോ. നിങ്ങളെ കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം കേട്ടോ. അതിനിപ്പോൾ വൈകിട്ട് തുടയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമ്മുടെ ടി വി യൂണിറ്റ് ഇതാണ്. ഇവിടെയാണ് നമ്മൾ ടി വി കാണുന്നത്. ഇവിടെയാണ് നമ്മൾ അതിഥികൾ വരുമ്പോൾ സൽക്കരിക്കുന്നത്. പിന്നെ വാൾസിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ അനീതിയുടെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്ത ബെഡ്റൂം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ നമ്മുടെ അതിഥികൾ ഇരിക്കുന്ന സെറ്റി, നമ്മുടെ ടി വി, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ കേസ്, നമ്മുടെ ഡൈനിങ് ടേബിൾ ഏരിയ ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ എന്നാൽ പോയി കുളിക്കട്ടെ. നാളെ പാക്കലാം.